എല്ലാവർക്കും നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ ദിവസം തന്ന ആക്ടിവിറ്റിയൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഒത്തിരി പേര് അതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇനിയും ചെയ്യാത്ത കുട്ടികൾ അത് ചെയ്ത് അയക്കണം. കാരണം ഇത് നമ്മുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇത് ചെയ്ത് അയക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മൾ കാണുന്നത് നമ്മൾ കേൾവിയെക്കുറിച്ചാണ്. എന്താണ് കേൾവി? നമുക്കറിയാം, ഒരു കാര്യം കേൾക്കുക. അത് കേൾക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ചെവി കൊണ്ട് കേൾക്കുന്നത് മാത്രമല്ല, അച്ഛൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ആംഗ്യ ഭാഷയിലൂടെ നമ്മളൊരു കാര്യം പറയുമ്പോഴും അത് കേൾക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഈ കേൾവിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, ലിസണിങ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ പല കാര്യങ്ങളും കേൾക്കാറുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരോണോ വളരെ ഭംഗിയായി ശ്രദ്ധിച്ച് കേൾക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിലെ ടീച്ചർ പറയാറുണ്ട്, ലിസൺ, ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിച്ചേ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ്? നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാനും അങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾ കാര്യങ്ങൾ, ഇപ്പോൾ ശ്രദ്ധിക്കാതിരുന്ന എന്ത് സംഭവിക്കും? നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അപ്പം ഈ ഒരു കേൾവി കൊണ്ട് അച്ഛൻ ഉദ്ദേശിക്കുന്നത് കേവലം ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം, അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം. സമൂഹത്തിൽ പല കാര്യങ്ങളും പറയുന്നത് കേൾക്കാറുണ്ട്, അത് നമ്മൾ കേൾക്കണം, അതിനനുസരിച്ച് നമ്മൾ അപഗ്രഥിക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേൾവി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ട് കേൾവിയുടെ ചില പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക. ഒന്നായിട്ട് നമുക്ക് ആശയങ്ങൾ മനസ്സിലാക്കാനായിട്ട് കേൾവി വളരെ പ്രധാനപ്പെട്ടത്. അച്ഛൻ കേൾവി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചെവി കൊണ്ട് കേൾക്കുന്നതായിട്ട് ചുരുക്കരുത്. കേൾവി എന്ന് പറയുമ്പോൾ അതിന് എല്ലാ തരത്തിലും നമ്മൾ എങ്ങനെയൊക്കെ ആശയങ്ങൾ നമ്മളിലേക്ക് വരുന്നു, അത് വിഷ്വലാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ആക്ഷനുകളാകാം, ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒബ്സർവേഷൻ. അപ്പം നമ്മൾ ഒന്നാമതായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു ഒബ്സർവേഷന് അല്ലെങ്കിൽ കേൾവി നമ്മെ സഹായിക്കുന്നു എന്നുള്ള. അപ്പം അതുകൊണ്ട് നമ്മൾ കേവലം പറയുന്നവരോ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നവരോ മാത്രമാകാതെ ഇപ്രകാരം എല്ലാം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ആശയങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ ലഭിക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കാനായിട്ട് ഇത് ഒത്തിരിയേറെ നമ്മളെ സഹായിക്കും. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നവരല്ല മിടുക്കന്മാർ. ഏറ്റവും മിടുക്കന്മാരെന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും നിരീക്ഷിച്ച് കേൾക്കുന്നവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കേൾവിയുടെ മറ്റൊരു ഏറ്റവും നല്ല നന്മയാണ്, നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ആ വിവരങ്ങൾക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വീട്ടിലേക്കുള്ള വഴി നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളത് എന്താണ്, പല പ്രാവശ്യം പപ്പയുടെയും മമ്മയുടെ കൂടെ പോയിട്ടാണ് വീട്ടിലേക്കുള്ള വഴി നമ്മൾ കാണാതെ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെയാണ് പോകുന്നത്, പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നിങ്ങൾ ബസ്സിൽ പോകുമ്പോൾ ചില അടയാളങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കും, എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത്, ഒബ്സർവേഷൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. നാളെ അവധിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഇല്ല, എന്ത് സംഭവിക്കും? രാവിലെ യൂണിഫോം ഇട്ട് റെഡിയെ പുറത്തേക്ക് ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും അയ്യോ ഇന്ന് സ്കൂളില്ല എന്ന കാര്യം കൂട്ടുകാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലിസണിങ് തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരിയേറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെയാണ് ഈ ലിസണിങ്ങിലൂടെ നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രസംഗം കേൾക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാളെ ശ്രവിക്കുന്നു, അവരുടെ ആക്ഷനുകൾ ശ്രദ്ധിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ, നമ്മൾ മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ലതാണ് പ്രസംഗം. നമ്മൾ പ്രസംഗം പറയുന്നതിനിടയ്ക്ക് നമ്മളിപ്പോൾ എന്താണ് കാണുന്നത്, എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയും. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഈ പ്രസംഗം കേൾക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളെ കേൾക്കുമ്പോൾ, മറ്റൊരാളെ ഒബ്സർവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അയാളെ മാനിക്കുകയാണ്, അയാളെ ബഹുമാനിക്കുകയാണ്, അയാളെ വളർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, ക്ലാസ് എടുക്കുന്നില്ല, ടീച്ചർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും. അതേസമയം തന്നെ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ വീട്ടിൽ പറയുകയാണ്, പപ്പയോടും മമ്മിയോടും പറയുകയാണ്, അവർ അതേസമയം തന്നെ നിങ്ങളെ ശ്രദ്ധിക്കാതെ ടി വി നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് വിഷമം വരില്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ, നമ്മൾ അവരെ ശ്രവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ അവരെ വളർത്തുകയാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു എന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രസംഗത്തിൻ്റെ ശൈലി നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ഇല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നും, അവരുടെ ചില ആക്ഷനുകളാകാം, ചില ശൈലികളാകാം, രീതികളാകാം. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരിയേറെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ സഹായിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രസംഗം കേൾക്കുകയാണ്, എവിടെയോ ആകട്ടെ, ടി വിയിലോ നേരിട്ടോ ഒക്കെ കേൾക്കുകയെന്ന് വിചാരിക്കുക. നമ്മൾ അയാളുടെ ശൈലി ശ്രദ്ധിക്കുകയാണ്, നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു ശൈലിയിൽ നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ചില കാര്യങ്ങൾ, ചില വാക്കുകൾ പഠിക്കുന്നു, ചില ആക്ഷനുകൾ പഠിക്കുന്നു, ഇല്ലെങ്കിൽ ചില രീതികൾ പഠിക്കുന്നു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വളർത്തും. അപ്പോൾ അതുകൊണ്ട്
നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കേവലം കേൾവി മാത്രമല്ല, ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല ലിസണേഴ്സ് ആവുക. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ലിസൺ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നവരാണ് ഏറ്റവും നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ലിസണേഴ്സ് ആവുക. ഇനി നമ്മൾ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവ് ലിസണേഴ്സ്, സജീവമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ ചിലപ്പോൾ മാറിപ്പോകും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഒന്നും പറയുന്നത് മനസ്സിലേക്ക് കയറുന്നില്ല, പക്ഷേ നിങ്ങൾ വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, എത്ര സമയം നമുക്കൊരു ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും? നമുക്ക് ഒത്തിരി സമയമൊന്നും ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. നമ്മളതിൻ്റെ ഡ്യൂറേഷൻ ഓരോ കുട്ടികളും വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായി ശ്രദ്ധ ചിലപ്പോൾ മാറിപ്പോകും, ചിലപ്പോൾ നമ്മൾ വർത്തമാനം പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ ഈ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഏകാഗ്രതയോടുകൂടെ അത് പറയുന്നത് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ ഈ പറയുന്നത് എന്ത് കാര്യമായിക്കൊള്ളട്ടെ, അത് ഏകാഗ്രതയോടുകൂടി ഇരിക്കുക, അതിനെ മനസ്സിലാക്കുക. അത് ക്ലാസ്സിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ടാണ് മനസ്സിലാക്കുക. നമ്മൾ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ ഒരു ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് വശമില്ല, എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞത്. ക്ലാസ്സിൽ ടീച്ചർ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്, കണക്കിൻ്റെ പ്രശ്നങ്ങൾ ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് എൻ്റെ അർത്ഥം അറിയില്ല, എന്ത് ചെയ്യും? എന്നാൽ മിണ്ടായിരുന്നേക്കാം, ടീച്ചറോട് ചോദിച്ചാൽ നാണക്കേടാ, കൂട്ടുകാർ കളിയാക്കും. സോ അതല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടീച്ചർ അതിൻ്റെ അർത്ഥം എന്താണ് ടീച്ചറെ ചോദിക്കണം. നമ്മൾ അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കും, പക്ഷെ നമുക്ക് അതിൻ്റെ മനസ്സിലായില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നെങ്കിൽ അതിന് ശേഷം അവരോട് ചോദിക്കുക, അതിനുള്ള അവസരം ഇല്ലെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓർമ്മ സൂക്ഷിക്കുകയോ ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ ഒത്തിരിയേറെ മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് അതിനെക്കുറിച്ചൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കുക എന്നുള്ളത്. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ മനസ്സിലാക്കുക, അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകും. ചിലപ്പോൾ അത് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലായില്ല എന്ന് വരും, പക്ഷേ പിന്നീടാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും ചില വാക്കുകളാകാം, ചില ആശയങ്ങളാകാം, അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. മൂന്നാമതായിട്ടാണ് നമ്മുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ നമ്മൾ ക്ലാസ്സിൽ ടീച്ചറോട് ഉള്ള റെസ്പോൺസ്. മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി, നമ്മളെങ്ങനെ ആക്ഷൻ കാണിക്കുന്നത്? അല്ലെങ്കിൽ മനസ്സിലായി ഇന്നിങ്ങനെ മനസ്സിലായി അല്ല, നമ്മൾ ആക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ മനസ്സിലായി ടീച്ചർ എന്ന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് തലയാട്ടിക്കൊണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ തിരിച്ചുള്ള കമ്മ്യൂണിക്കേഷനുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അവിടെ ആക്റ്റീവ് ലിസണേഴ്സ് ആക്കി ഇരുത്തുമ്പോൾ നമ്മളുടെ റെസ്പോൺസ്, നമ്മുടെ തിരിച്ചുള്ള പ്രകടനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണെന്ന് വിചാരിക്കുക, അവിടെ ഞാൻ ഇരിക്കുകയാണ്, ഒരു ഗ്രൂപ്പിൻ്റെ നടുക്ക് ഞാൻ ഇരിക്കുകയാണ്, എൻ്റെ ഭാഗത്ത് ഒരു ആക്ഷൻ ഉണ്ടാകുന്നത് ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്, എന്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചുള്ള നമ്മുടെ മറുപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഓർക്കുക. ആ ഒരു മറുപടി നമ്മൾ ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അത് ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനുകൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ച് നമ്മുടെ റെസ്പോൺസ് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ ആ പറഞ്ഞ രീതിയിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നമ്മളതൊരു ആക്റ്റീവ് ലിസണേഴ്സായി മാറുകയാണ് എന്നുള്ള കാര്യം. ഓക്കെ, മറ്റൊന്നാണ് നമ്മൾ തിരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്, അല്ലേ? ഈ പറഞ്ഞ നേരത്തെ റെസ്പോണ്ട് ചെയ്യുന്നത് പറഞ്ഞത് നമ്മുടെ ക്ലാസ്സിൽ അത് ആക്റ്റീവായിട്ടിരിക്കുന്നു, തിരിച്ച് നമ്മൾ അതിനോട് ഫിസിക്കൽ റെസ്പോൺസ് എന്ന പോലെ തന്നെ മനസ്സിലായി ഇങ്ങനെയുള്ള ചെറിയ റെസ്പോൺസാണ്. പക്ഷേ അച്ഛൻ ഇവിടെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളോടൊരു കാര്യം പറഞ്ഞു, ഓക്കെ, നമ്മൾ തിരിച്ച് അതിനോട് പ്രത്യുത്തരമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരു കാര്യം ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മളതുകൊണ്ട് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടതായിട്ട് വരും, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും, അല്ലേ? ആ ആക്ഷനുകൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നല്ല ലിസണേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മളൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഒരു പ്രസംഗകൻ അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് ക്ലാസ് എടുക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുന്നതിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിരാവിലെ ഉണർന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മളൊരു പാഠം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ നോട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മളെടുക്കുന്ന ആക്ഷനുകളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആക്റ്റീവ് ലിസണേഴ്സ് ആണ് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ കേട്ടു, അത് ടീച്ചർ എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതൊക്കെ ഇത്ര കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സംഗ മനോഭാവത്തോട് ഇട്ടിരിക്കാതെ
അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ സ്വാതന്ത്ര്യദിനം, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ ഒത്തിരി ഭാഗത്തു നിന്ന് കേട്ടു. നമ്മളത് കേട്ട് അവസാനിപ്പിക്കുന്നവരല്ല, മറിച്ച് നമ്മൾ ഇന്ത്യ ആകുന്ന നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇന്ത്യയുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടു. അപ്പോൾ അതിനകത്ത് ഞാൻ ഭാഗവാക്കാണ്, ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഇതിനകത്തൊന്നും എനിക്ക് റോളില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. അതിനുവേണ്ടി നമ്മളെ തന്നെ രാജ്യസ്നേഹിയായ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിൽ ആ പ്രസംഗങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമ്മളത് പ്രചോദിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾവിക്കാരായി ഇരുന്നുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ ആക്റ്റീവ് ലിസണേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കേട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ എല്ലാം കേട്ട് സമ്മതിച്ചങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ വിലയിരുത്തണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പ്രസംഗം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ചൊരു പ്രസംഗം ഒരാൾ നടത്തിയെന്ന് വിചാരിക്കുക. നമ്മളത് കേട്ടു, ചില കാര്യങ്ങൾ നമുക്കത് ശരിയല്ല എന്ന് തോന്നി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് തോന്നി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് അന്വേഷിക്കണം. പറഞ്ഞത് ശരിയാണോ അല്ലയോ, അല്ലെങ്കിൽ എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്, നമ്മൾ അന്വേഷിക്കണം. പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം, ചേട്ടാ അല്ലെങ്കിൽ സാർ പറഞ്ഞതിൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുള്ളത് പറയണം. അപ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ലിസണേഴ്സ് ആകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേവലം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പോവുകയല്ല, മറിച്ച് അവർ പറയുന്ന ആശയങ്ങൾ ശരിയാണോ എന്ന് നോക്കണം. ചില കാര്യങ്ങൾ സംസാരിക്കും ഇതുപോലെ തന്നെയാണ്, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പറയുക, ചില വർഷങ്ങൾ മാറിപ്പോകാം, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ അത് നമ്മൾ ശരിയാണോ ഇല്ലയോ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കുകയല്ല, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാമെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കണം, സാർ അത് പറഞ്ഞ് ശരിയല്ല. അല്ലെങ്കിൽ ചില കൊട്ടേഷനുകൾ പറയും, ഇന്നയാളുടെ കൊട്ടേഷനാണ്, ചിലപ്പോൾ അയാളുടെ കൊട്ടേഷൻ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, സാർ പറഞ്ഞ കൊട്ടേഷൻ കറക്റ്റ് അല്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ, ചില ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് അമർത്തി കയറ്റുന്നതും അതുപോലെ തന്നെയാണ്. നമ്മളത് വിശ്വസിക്കാൻ അല്ല, നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അതെനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ, അതോടൊപ്പം തന്നെ അതിനെന്തെങ്കിലും മറുപടി കൊടുക്കേണ്ടതാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ലിസണേഴ്സ് ആവുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മൾ കേൾവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചു. കേൾവി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക, വെറുതെ എന്തെങ്കിലും കേൾക്കുന്നതല്ല കേൾവി എന്ന് പറയുന്നത്, മറിച്ച് ഇതെല്ലാം സമഗ്രമായതാണ്. നമ്മുടെ ആക്ഷനുകൾ ഉൾപ്പെടുന്നുണ്ട്, അതോടൊപ്പം സംസാരം ഉൾപ്പെടുന്നുണ്ട്, എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആയിട്ട് നോക്കുന്നു, അതെല്ലാം നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കേൾവി. രണ്ടാമതായിട്ടാണ് ആക്റ്റീവ് ലിസണേഴ്സ്, സജീവമായിട്ടുള്ള കേൾവി എന്ന് പറയുന്നത്. ആ സജീവമായിട്ടുള്ള കേൾവിയിൽ ആക്റ്റീവ് ലിസണേഴ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സവിടെ ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റൻറ്റീവ് ആണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അതിനനുസരിച്ച് ആക്ഷനുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ, നമ്മുടെ ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ ഒക്കെ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ അവസാനമായിട്ട് നമ്മൾ ആക്റ്റീവ് ലിസണേഴ്സ് ആകുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞതിലെ തെറ്റുകൾ തിരുത്താനും അതോടൊപ്പം തന്നെ അവരോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഞാനൊരു പ്രസംഗത്തിൻ്റെ ലിങ്ക് അയച്ചു തരും. ആ പ്രസംഗം കേട്ടതിന് ശേഷം അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങൾ അതൊരു പേപ്പറിൽ എഴുതി അത് അയച്ചു തരണം. ഓക്കെ, പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങൾ പേപ്പറിൽ എഴുതി എന്തിനാണ് അയക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ പുതിയതായിട്ട് അച്ഛൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണല്ലോ, വാട്സാപ്പിൽ എഴുതി അയച്ചാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല, 2 കാര്യങ്ങളുണ്ട്. പേപ്പറിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മളത് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എഴുതണം. ഒരു A4 പേപ്പറിൽ നിങ്ങൾ, അല്ലെങ്കിൽ വരയിട്ട പേപ്പർ, വരയിടാത്ത പേപ്പർ, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് അത് ഉപയോഗിക്കാം. അത് ഭംഗിയായിട്ട് നിങ്ങൾ എഴുതണം. ചുമ്മാ കളമ്പോൾ എഴുതിയാൽ പോരാ, നല്ല കൈശ്വരത്തിൽ ഭംഗിയായിട്ട് നിങ്ങളത് എഴുതുക. അതിനുശേഷം അതിൻ്റെ ഫോട്ടോ, ഒരു പേജ് മതി. ഒരു A4 പേജ് ആണെങ്കിൽ A4 പേജിൻ്റെ ഒരു വശം മാത്രം എഴുതിയാൽ മതി, 2 വശം എഴുതണ്ട, ഒരു വശം എഴുതുക. അതിനുശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് അച്ഛൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിനെക്കുറിച്ചുള്ള അസൈൻമെൻറ്റ് ഷെയർ ചെയ്യും. ആ അസൈൻമെൻറ്റിലേക്ക് നിങ്ങളത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുകയല്ല, കൃത്യമായിട്ട് തെറ്റിപ്പോയെങ്കിൽ വീണ്ടും മാറ്റി ഭംഗിയായിട്ട് എഴുതുക. അതായിരിക്കും ഇന്നത്തെ ആക്ടിവിറ്റി. ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.